നെയ്സ് പലപ്പോഴും കാരണങ്ങൾ ഉണ്ടാക്കി വാസുകിയോട് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മനുവിൻ്റെ സാന്നിധ്യത്തിലും നെയ്സിൻ്റെ കണ്ണുകൾ വാസുകിയിലായിരുന്നു. അവളുടെ പരാതികൾ മനു നിസ്സാരമായി തള്ളിക്കളഞ്ഞത് വാസുകിക്ക് അത്ഭുതമായി തോന്നി. ദിവസം ചെല്ലുന്തോറും അയാളുടെ ശല്യവും കൂടിക്കൂടി വന്നു. രാവിലെ അമ്മക്കൊപ്പം കൂടി പണികളെല്ലാം ഒതുക്കി വെച്ചിട്ടിരിക്കുമ്പോഴാണ് തൊടിയിൽ നിന്ന് ആരുടെയോ പാട്ട് കേട്ടത്. മുമ്പ് എപ്പോഴോ കേട്ട് മറന്ന വരികൾ. വാസുകി ധൃതിയിൽ പാട്ട് കേട്ട സ്ഥലം ലക്ഷ്യമാക്കി ഓടി. പക്ഷേ അവിടെയെങ്ങും ആരെയും കാണാഞ്ഞത് അവൾക്ക് നിരാശ തോന്നി. എന്തോ അത് പിന്നെയും കേൾക്കണമെന്ന ഒരാഗ്രഹം. ആരായിരിക്കും അത്? അവൾ ആ വരികൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ശബ്ദം കേട്ട് വാസുകി തിരിഞ്ഞു നോക്കി. നെയ്സ്, ഇയാളായിരുന്നോ പാടിയത്? വരേണ്ടിയിരുന്നില്ല. വാസുകി തിരിച്ചു നടക്കാൻ തുടങ്ങി. ഹാ, അങ്ങനെ അങ്ങ് പോയാലോ അശ്വതി? നെയ്സ് ഓടി മുമ്പിൽ കയറി നിന്നു. പോവാലോ? എന്നോട് കുറച്ച് സംസാരിച്ചിട്ട് പൊക്കോ. അല്ലാതെ ഇവിടുന്ന് പോവാൻ പറ്റില്ല. ഇവിടുന്ന് പോവാൻ എനിക്ക് തൻ്റെ അനുവാദം ഒന്നും വേണ്ട. നെയ്സ് കൈ തട്ടി മാറ്റിയിട്ട് വാസുകി മുന്നോട്ട് നടന്നു. ഇപ്പോൾ നീ പൊക്കോ. പോയാൽ നീ എവിടെ വരെ പോകും? നിന്റെ ഓട്ടമെല്ലാം തീരാൻ പോവാം. കോപം പൂണ്ട വാക്കുകൾ. ഒരു പക്ഷേ അയാളെ പ്രകോപിപ്പിച്ചാൽ ദേഷ്യം കൊണ്ട് അയാൾ സത്യം വിളിച്ചു പറഞ്ഞേക്കാം. വാസുകിൽ ചെറിയൊരു പ്രതീക്ഷ മുളപൊട്ടി. താൻ ആരാടോ? തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്? കുറച്ചായി ഞാൻ സഹിക്കുന്നു. ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടാൻ എനിക്ക് അധിക സമയം ഒന്നും വേണ്ട. അതുകൊണ്ട് എൻ്റെ അടുത്ത് പെരുമാറുമ്പോൾ സൂക്ഷിച്ചു വേണം. പക്ഷേ വാസുകയെ ഞെട്ടിച്ച് എല്ലാം നിസ്സാരമായൊരു ചിരിയിൽ ഒതുക്കി കളയുകയായിരുന്നു നെയ്സ്. കൊള്ളാം, നിനക്ക് ബുദ്ധിയുണ്ട്. പക്ഷെ അതിവിടെ ചിലവാകില്ല. ഇതൊക്കെ പഴയ നമ്പറല്ലേ. മോള് പുതിയ വഴി കണ്ടുപിടിച്ചിട്ട് വാ. എന്നിട്ട് നമുക്ക് തമ്മിൽ മുട്ടാം. പക്ഷെ നീ തോറ്റുപോകും. എന്നോട് ജയിക്കാൻ നിനക്കാവില്ല. വേണ്ട നെയ്സ്, താനുമായി ഒരു യുദ്ധത്തിന് ഞാനില്ല. താൻ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയണ്ട. പക്ഷെ എന്നെ ശല്യപ്പെടുത്താൻ വരരുത്. ഇതൊരു അപേക്ഷയാണ്. നെയ്സ് പതുക്കെ ഒന്നയഞ്ഞു. ശല്യമല്ലടോ, ഇഷ്ടം. ആദ്യ കാഴ്ചയിൽ തോന്നിയ അനുരാഗം. പക്ഷെ അത് മറ്റൊരാളുടെ ഭാര്യയാണെന്നറിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. പിന്നെ മനുവിന് നിന്നോടുള്ള പെരുമാറ്റം കണ്ടപ്പോൾ അവനേക്കാൾ തനിക്ക് ചേരുന്നത് ഞാൻ ആണെന്ന് തോന്നി. അതിൽ എന്താണ് തെറ്റ്? മനു തന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഒന്ന് കെയർ ചെയ്യുന്നുണ്ടോ? തൻ്റെ അടുത്ത് കുറച്ച് നേരമെങ്കിലും സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? പിന്നെ തൻ്റെ അമ്മായിയമ്മ തന്നെ വെറും വേലക്കാരിയിട്ടല്ലേ അവർ കാണുന്നത്? കൈവയ്യാത്ത തന്നെ കൊണ്ട് അവർ പണിയെടുപ്പിക്കുന്നില്ലേ? സ്നേഹത്തോടെ ഒരു വാക്കെങ്കിലും അവർ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ കാണുമ്പോൾ അവർ നിന്റെ ഭർത്താവും അമ്മയും തന്നെ ആണോന്ന് എനിക്ക് സംശയമുണ്ട്. വാസുകി നെയ്സ് പറയുന്നത് കേട്ട് എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. കൊള്ളാം, ഏൽക്കുന്നുണ്ട്. നെയ്സ് കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങി. താൻ ഒരു പാവമാണ് അശ്വതി. അവർ സത്യത്തിൽ തന്നെ ചൂഷണം ചെയ്യുകയാണ്. തനിക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. അതിന് താൻ എന്നെ സ്നേഹിക്കണം എന്നൊന്നും ഇല്ല. എനിക്ക് താൻ സുഖമായി ഇരുന്നാൽ മാത്രം മതി. തനിക്ക് എന്താണ് നെയ്സ്? എൻ്റെ ജീവിതം എങ്ങനെയായാലും തനിക്കെന്താ? എന്നെ സ്നേഹിക്കാൻ ആരുമില്ല നെയ്സ്. ഞാൻ എല്ലാം തന്നോട് തുറന്നു പറയാം. നെയ്സിൻ്റെ മുഖത്തൊരു ചിരി തെളിഞ്ഞു. കൊള്ളാം, ഇത്ര പെട്ടെന്ന് നീ മനസ്സ് തുറക്കുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു നിന്റെ ഉള്ളിൽ അല്ലേ? മനുവിൻ്റെ സംശയം വെറുതെ ആയില്ല. എത്രയും വേഗം ഇത് മനുവിനെ അറിയിച്ചിട്ട് പണവും വാങ്ങി മടങ്ങണം. പറയൂ അശ്വതി. എല്ലാം മറ്റൊരാളോട് തുറന്ന് പറഞ്ഞ് തൻ്റെ മനസ്സിനൊരാശ്വാസം കിട്ടും. ഇത്രയൊക്കെ കേട്ടാൽ പോരെ നെയ്സ്? താൻ എന്താ കരുതിയത്? താൻ വന്ന് എൻ്റെ ഏട്ടനെയും അമ്മയെയും കുറ്റം പറഞ്ഞാൽ ഞാൻ അതൊക്കെ ശരിവെച്ചു തരുമെന്നും? ഇന്നലെ വന്ന തന്നേക്കാൾ വിശ്വാസമാണല്ലോ എനിക്ക് അവരെ. എൻ്റെ ദൈവങ്ങളാണവർ. ഇനി എൻ്റെ നാവിൽ നിന്ന് അവർക്കെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ ഈ അശ്വതി ആരാണെന്ന് താൻ അറിയും. നെയ്സ് ഒരു നിമിഷം പകച്ചുപോയി. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. എന്താ രണ്ടാളും കൂടി ഒരു ചർച്ച? മനുവായിരുന്നു അത്. ഒന്നുമില്ല ഏട്ടാ, ഇയാൾ വെറുതെ ഓരോന്ന്. മനു നെയ്സിൻ്റെ നേരെ നോക്കി. അവൻ തല കുനിച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചോളാം അശ്വതി, പൊക്കോളൂ. എന്തായി നെയ്സ്, എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? എന്തോ മനസ്സിന് വല്ലാത്ത ഭാരം. അവളെ കാണുന്തോറും പ്രിയപ്പെട്ടതെന്തോ നഷ്ടപ്പെടുത്തി കളയുന്ന പോലൊരു തോന്നൽ. ആരോ തന്നെ ഇവിടെ പിടിച്ചു നിർത്തും പോലെ. നീ എന്താലോചിച്ച് നിൽക്കുക? പോകേണ്ട മനു. വിരോധമില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ താമസിച്ചോട്ടെ. ഇവിടം എനിക്ക് ഇഷ്ടമായി. അതിനെന്താ? എനിക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്ത ഒരാളെ എൻ്റെ കൂടെ നിർത്തുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. താങ്ക്സ് മനു. പക്ഷെ അശ്വതിയോട് എന്ത് പറയും? അശ്വതി സമ്മതിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്.
സാരമില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഓക്കെ ആക്കിക്കോളാം. അല്ലെങ്കിലും എൻ്റെ വീട്ടിൽ ആരു താമസിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നേ. നീ പേടിക്കണ്ട മനു. ഞാനൊന്ന് സംസാരിക്കട്ടെ അശ്വതിയോട്. അതിനെന്താ, നീ ചെല്ല്. നെയ്സ് ചെല്ലുമ്പോൾ അകലേക്ക് മെയ് നട്ടു എന്തോ ആലോചനയിൽ ആയിരുന്നു വാസുകി. നെയ്സ് അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി. എന്താടോ, തനിക്ക് പോകാറായില്ലേ? വാസുകിയുടെ ചോദ്യം കേട്ടാണ് നെയ്സ് തരകാതെ ബോധം വന്നത്. അത് ഞാൻ പോകുന്നില്ല. എന്തേ? അശ്വതി എന്നോട് ക്ഷമിക്കണം, എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നെയ്സ് കാര്യങ്ങൾ എല്ലാം വാസുകിയോട് തുറന്നു പറഞ്ഞു. തനിക്കറിയാത്ത കുറെ രഹസ്യങ്ങൾ തനിക്ക് ചുറ്റുമുണ്ട് അശ്വതി. ഒക്കെ അറിഞ്ഞിട്ട് കൊല്ലാൻ കൊടുക്കാൻ പറ്റുന്നില്ലടോ തന്നെ. തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. താൻ അത് തിരിച്ചറിയും വരെ ഞാൻ കാത്തിരിക്കും. അത്രയും പറഞ്ഞിട്ട് നെയ്സ് അവിടുന്ന് പോയി. താൻ ഇതൊക്കെ വന്ന് പറഞ്ഞില്ലെങ്കിലും ഈ വാസുകി എല്ലാം അറിയും നെയ്സ്. എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു. മനു പെട്ടെന്ന് 2 ദിവസം മാത്രം പരിചയമുള്ള ഒരാളെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുക, അയാൾ എന്നെ ശല്യം ചെയ്തിട്ടും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഇരിക്കുക. വന്നപ്പോഴേ നിന്റെ ലക്ഷ്യം ഞാൻ ആണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ എവിടെ വരെ പോകും എന്നറിയാനാ ഞാനും കാത്തിരുന്നത്. അവൾ പുച്ഛത്തോടെ നെയ്സ് പോകുന്നത് നോക്കി നിന്നു. ഈ ടെസ്റ്റിനുള്ള ഡോസ് കിട്ടാൻ പോകുന്നത് നിന്റെ അമ്മക്കാണ് മനു. പ്രിയപ്പെട്ടവർ മരണത്തോട് മല്ലിടുമ്പോൾ ഉള്ള നീറ്റിൽ എന്താണെന്ന് നീയും അറിയണം. വാസുകി സുഭദ്രയുടെ അടുത്തേക്ക് ചെന്നു. ടെറസിൽ തുണി ഉണങ്ങാൻ ഇടുകയായിരുന്നു സുഭദ്ര. ഒറ്റത്തള്ളു. അന്ന് ഞാൻ വീണതുപോലെ വീഴണം നിങ്ങളും. കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നപ്പോഴാണ് നെയ്സ് അവിടെ നിൽക്കുന്നത് വാസുകി കണ്ടത്. അയാളെ കണ്ടതും അവൾ പിൻവലിഞ്ഞു. നാശം പിടിച്ചവന് വന്നു നിൽക്കാൻ വേറെ എവിടെയും കണ്ടില്ല. അവൾ തിരികെ താഴെ ഇറങ്ങി വന്നു. പെട്ടെന്നൊരർച്ചയോടെ സുഭദ്ര അവൾക്ക് മുന്നിൽ വന്നു വീണു. വാസുകി ഞെട്ടലോടെ മുകളിലേക്ക് നോക്കി. ആ കാഴ്ച കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും കണ്ണുമുന്നിൽ കിടന്ന് പിടയുന്ന സുഭദ്രയെ കണ്ടു നിൽക്കാൻ വാസുകിക്കായില്ല. അവൾ അവരെ താങ്ങിയെടുക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും നെയ്സ് അവരുടെ അടുത്തേക്ക് വന്നു. നല്ല ബ്ലീഡിംഗ് ഉണ്ടല്ലോ അശ്വതി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ സഹായിക്കണം. പിന്നെ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? എൻ്റെ അമ്മ അല്ലേ. നോക്കി നിൽക്കാതെ പിടിക്ക്. നെയ്സും അശ്വതിയും ചേർന്ന് സുഭദ്രയെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പോകും വഴി മനുവിനെ വിളിച്ചു പറയാൻ നെയ്സ് മറന്നില്ല. ഐസുവിന് മുന്നിൽ നിൽക്കുമ്പോഴും വാസുകിയുടെ ഉള്ളിൽ നിറയെ ഭയമായിരുന്നു. നെയ്സ് തന്നെയാണ് അമ്മയെ തള്ളിയിട്ടത്. പക്ഷെ എന്തിനാവും? രണ്ടും കൽപ്പിച്ച് നെയ്സിനോട് നേരിട്ട് തന്നെ ചോദിക്കാൻ വാസുകി തീരുമാനിച്ചു. നെയ്സ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ അശ്വതി. നെയ്സ് സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. സത്യം പറയൂ നെയ്സ്, അമ്മയ്ക്ക് എന്താ പറ്റിയത്? താൻ കണ്ടതല്ലേ, തൻ്റെ മുന്നിൽ അല്ലേ അവർ വന്നു വീണത്? അതെ, ഞാൻ തന്നെയാ കൊല്ലാൻ വേണ്ടി ചെയ്തതാ. പക്ഷെ അവർക്ക് ദൈവം ഇനിയും ആയുസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവർ നിന്റെ മുന്നിൽ വന്നു വീഴില്ലല്ലോ. വാസുകി ഞെട്ടലോടെ അയാളെ നോക്കി. 1000 സംശയങ്ങൾ അവൾക്കുള്ളിൽ മുളപൊട്ടി തുടങ്ങിയിരുന്നു. നീയാണ് അശ്വതി കാരണം. അതെ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു പോയതാണ് ഞാൻ. എനിക്ക് വേണം അശ്വതി നിന്നെ. അതിന് തടസ്സം നിൽക്കുന്നത് ആരായിരുന്നാലും തട്ടിമാറ്റും ഞാൻ. നെയ്സ് അവളെ പിടിച്ചു തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചു. കൈനീട്ടി നെയ്സിൻ്റെ മുഖം വിളിച്ച് അരുടി കൊടുത്തു വാസുകി. അപ്രതീക്ഷിതമായി കിട്ടിയ അടിയിൽ നെയ്സ് കൈവിട്ടു. തൊട്ടുപോകരുതെന്നെ. തൊട്ടാൽ ഈ അശ്വതി ആരാണെന്ന് താൻ അറിയും. എനിക്കറിയാം നിന്നെ. പക്ഷേ ഈ നെയ്സ് ആരാണെന്ന് നിനക്കറിയില്ല. ഇപ്പോൾ എന്തു ചെയ്യാൻ മടിക്കാത്ത ഒരു ദുഷ്ടൻ ആണ് നീയെന്നും എനിക്ക് മനസ്സിലായി. ഇതിൽ കൂടുതൽ നിന്നെ അറിയേണ്ട ആവശ്യം എനിക്കില്ല. നെയ്സ് ചിരിച്ചുകൊണ്ട് തന്നെ അവൾ പറയുന്നത് കേട്ടിരുന്നു. ഇനിമേൽ നിന്നെ എൻ്റെ വീട്ടിൽ കണ്ടുപോകരുത്. നീ കരുതും പോലൊരു പെണ്ണല്ല ഞാൻ. എനിക്കൊരു കുടുംബവുമുണ്ട്. നീയായിട്ട് എൻ്റെ ജീവിതത്തിൽ തടസ്സം നിൽക്കരുത്. ഇതൊരു അപേക്ഷയാണ്. തൊഴുകൈകളോട് അത്രയും പറഞ്ഞിട്ട് വാസുകി പിന്തിരിഞ്ഞു. അങ്ങനെ അങ്ങ് പോയാൽ അശ്വതി, എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. നെയ്സ് അവളെ പിടിച്ചു നിർത്തി. താൻ കരുതും പോലെ ഞാൻ തൻ്റെ ശത്രു ഒന്നുമല്ല. തന്നെ പറ്റി രഹസ്യങ്ങൾ മനുവും അമ്മയും ഒളിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോഴാ ഞാൻ അതിനെക്കുറിച്ച് മനുവിനോട് തിരക്കിയത്. മദ്യത്തിൻ്റെ ലഹരിയിൽ അവൻ എന്നോട് എല്ലാം പറഞ്ഞു. അതൊക്കെ അറിഞ്ഞാൽ താനും അവരോട് ഇങ്ങനെയൊക്കെ പെരുമാറും. അവർക്ക് തോന്നും പോലെ പന്ത് തട്ടാനുള്ള പാവയല്ല അശ്വതി താൻ. ജീവിക്കണ്ടടോ തനിക്ക്. അത് എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? എനിക്കിഷ്ടമാണ് അശ്വതി തന്നെ.
തനിക്ക് വേണ്ടി ആരുടെ ജീവൻ എടുക്കാനും കൊടുക്കാനും ഞാൻ തയ്യാറാണ്.